ഹലോ ഹായ് വെൽക്കം ബാക്ക് മൈ ചാനൽ നൈസി വിത്ത് നൈസ് ടാക്സ്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കേട്ടോ ഫാം വില്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നത് വളരെ മനോഹരമായ കാഴ്ചകളാണ്. വളരെ പുതിയ അതിഥികളെ കാണാനായിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഫാം വില്ല ഉള്ളത് തൃശ്ശൂർ ചാവക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ തൃപ്രയാർ കൂടിയേ പോകുന്നെങ്കിൽ തൃപ്രയാർ, വാടാനപ്പള്ളി, അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാവക്കാട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രി വരുന്നത്. ഫാം വില്ല മെയിൻ എൻട്രൻസ് വരുന്നത് ഇതാണ്. ഇവിടെ നമുക്കൊരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഇവിടെ നിന്ന് വെറും 150 രൂപയാണ് നമുക്ക് ടിക്കറ്റ് ചാർജായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ മെയിൻ എൻട്രൻസ് കാരണം നമ്മൾ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ തന്നെ ഒരു ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ട്. അതിനുശേഷം ആദ്യം നമ്മളെ സ്വാഗതം ചെയ്യാൻ നിൽക്കുന്ന അതിഥിയെ കണ്ടോ, ഒരു ക്യാമിൽ. അപ്പോൾ കടന്ന് ചെന്നപ്പോൾ തന്നെ അവിടെയുള്ള ആളുകൾ നമുക്ക് ഇത്തിരി പുല്ല് തന്നു, അതിന് തീറ്റ കൊടുക്കാനൊക്കെ ആയിട്ട്. അതെൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് മനോഹരമായിട്ട് തിന്നുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മൈൻഡ് ചെയ്യാതെ തല ഉയർത്തി പിടിച്ച് നല്ലൊരു തീറ്റി നിന്നിട്ട് ഇങ്ങനെ നിൽക്കുക. നമ്മളെ ഒട്ടും മൈൻഡ് ചെയ്യാതെ, നമ്മൾ എത്ര വിളിച്ചാലും ഒട്ടും മൈൻഡ് ചെയ്യാതെ അങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന നിൽപ്പാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ട് അടുത്ത് ഒത്തിരി താറാവുകളുടെ സെക്ഷനാണ് ആദ്യം സെറ്റ് ചെയ്തിട്ടുള്ളത്. പലതരത്തിലുള്ള താറാവുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ തൊപ്പിയുള്ള താറാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദേ ഇങ്ങോട്ടൊന്ന് നോക്കിയേ, ഇതിന് കണ്ടോ തൊപ്പിയുള്ള താറാവ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ തൊപ്പിയുള്ള തരം താറാവിനെ കാണുന്നത്. പിന്നെയാണ് വളരെ മനോഹരമായ ഒരു ഐറ്റം, അഡാർ ഐറ്റം എന്ന് തന്നെ പറയാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവത്തിന്. ഇത് ചൈനയിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് തോന്നുന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഓരോന്നിൻ്റെ അടുത്തും അതിൻ്റെ പേരും അതിൻ്റെ സ്ഥലവും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പലതരം റാബിറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഇനമാണ് ഇത് വളരെ ചെറുതാണ്, പക്ഷെ കാണാൻ നല്ല ക്യൂട്ടാണ്. അപ്പം നമ്മൾ ചെന്ന സമയത്ത് അവരെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അവർ ഫുഡ് കൊടുത്ത സമയമാണ്. അപ്പോൾ അവർ കൂട്ടമായിട്ടിരുന്ന് വെജിറ്റബിൾസും അവർക്ക് കൊടുത്ത ഫുഡൊക്കെ കഴിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു പ്രത്യേക ഒരു ഭംഗി തോന്നിയവരെ കാണാനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഈ റാബിറ്റുകളെ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ കണ്ട, ഇത് കോഴികളാണ്. കണ്ണ് ഏതാ മൂക്ക് ഏതാന്നൊന്നും തിരിച്ചറിയാത്ത ഒരു പ്രത്യേക തരം കോഴികൾ. അത് പല കളറിൽ കാണാനൊരു പ്രത്യേക ഒരു ഭംഗിയും കൗതുകവും തോന്നിയ ഒരു ഐറ്റം തന്നെയാണിത്. വളരെ നീറ്റും ക്ലീനുമായിട്ട് ഈ ഫാം വില്ലയുടെ ഉൾഭാഗം അവർ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒത്തിരി ചെടികളും ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതും കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ പുലിക്കൊട്ടി എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു വിഭാഗം. ഇത് പൂച്ചകളാണ്, പലതരത്തിലുള്ള പൂച്ചകളാണ്, പല സ്ഥലത്തിലുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതും ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മങ്കിയുടെ ഫേസാണ്. മങ്കിയുടെ ഇനത്തിൽ പെട്ടതാണോ എന്ന് അറിയാൻ പാടില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കുന്ന തിരക്കിൽ അതൊന്നും എടുക്കാൻ മറന്നുപോയി. ഇത് മങ്കിയുടെ ഫേസാണ് ഇതിന് കാണാനുള്ളത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ. ആദ്യമായിട്ട് പാമ്പിന് തുടങ്ങി കിട്ടിയ അവസരമല്ലേ. സോളമൻ അത് പാഴാക്കിയില്ല. സോളമന് നല്ല ധൈര്യമുള്ളത് കാരണം കൊണ്ട് കുഴപ്പമില്ല. എനിക്ക് ഭയങ്കര പേടിയാണ് പാമ്പിനെ.
അവിടെ വേറെ പലരും ഇതുപോലെ തന്നെ ഈ ഐറ്റത്തിന് തോളിലിടുന്നുണ്ട് കേട്ടോ. ഈ ഒരു പാമ്പിന് മാത്രമേ അവർ പുറത്തെടുത്തുള്ളൂ, അതിന് വിഷമൊന്നുമില്ല, അതുകൊണ്ട് അവരത് കഴുത്തിലിട്ട് കൊടുക്കുന്നുമുണ്ട്. നമ്മൾ പലപ്പോഴും കണ്ടതും കാണാത്തതുമായിട്ടുള്ള ബേഡ്സും കോഴികളും കാറ്റുകളും അങ്ങനെ പലതരത്തിലുള്ള ഐറ്റങ്ങൾ നമുക്കവിടെ ഫാം വില്ലയിൽ കാണാൻ പറ്റും കേട്ടോ. വളരെ മനോഹരമായിട്ട് അവരതിനെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്, നീറ്റും ക്ലീനുമായും സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു സ്മെല്ലോ അങ്ങനെ ഒന്നുമില്ല, നല്ലൊരു ആംബിയൻസും ഉണ്ട് അവിടെ. അത്യാവശ്യം ചെടികളും മരങ്ങളും എല്ലാം വച്ച് പിടിപ്പിച്ചതുകൊണ്ട് അവിടെ നടക്കുമ്പോൾ നല്ലൊരു ആംബിയൻസും കൂടെ നമുക്ക് ഉണ്ട്. കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ പഞ്ചവർണ്ണ തത്തകളെ ക്രമീകരിച്ചിരിക്കുന്ന കൂടുകളുടെ അടുത്തെത്തി. അപ്പോൾ അതിലൊരു കൂട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ അവർ അനുവാദം തരുന്നുണ്ട്. അപ്പോൾ ആ കൂടിൻ്റെ പുറത്തു നിന്ന് അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ അവർ നമുക്ക് കുറച്ച് അവർക്ക് തിന്നാനുള്ള സീഡ്സൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ ഒരു പേടിയും മടിയും കൂടാതെ നമ്മുടെ കയ്യിൽ വന്നിരുന്ന് അത് കൊത്തിപ്പറുക്കി തിന്നാൻ അവർക്ക് ഒരു പേടിയും ഇല്ല കേട്ടോ. അതവർ സ്ഥിരമായിട്ട് ഇങ്ങനെ ആളുകൾ കൊടുത്ത് ശീലിച്ചത് കൊണ്ട് അവർക്കൊരു പേടിയും ഇല്ല. അതേപോലെ തന്നെ നമ്മുടെ തലയിലും കഴുത്തിലും ഒക്കെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പേടി സോളമിൻ്റെ കോളറിൻ്റെ ഉള്ളിൽ കൂടെ പതുക്കേനെ കഴുത്തിലിട്ടിട്ട് ഒന്നിങ്ങനെ കൊക്കൊണ്ടൊന്ന് കൊത്തുണ്ട്. സോളമൻ കീന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്കൊരു പേടിയൊക്കെ തോന്നി. പക്ഷെ എന്നാലും ഞാനിങ്ങനെ കൈവച്ച് കൊടുത്തപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ബേർഡ് വന്നിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു ബേർഡും കൂടെ വന്നിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് പലരും ഇങ്ങനെ ഫോട്ടോത്തിലും വീഡിയോസിലൊക്കെ ഇങ്ങനെ ഈ ബേർഡ്സിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ ഞാനിങ്ങനെ പിടിക്കുന്നത് ആദ്യമായിട്ടാണ്. പക്ഷെ അതൊരു വല്ലാത്തൊരു നല്ലൊരു വൈബ് ക്രിയേറ്റ് ചെയ്തു. ഞങ്ങളത് നന്നായി എൻജോയ് ചെയ്യുകയും ചെയ്തു കേട്ടോ.
കൊച്ചു കുഞ്ഞുങ്ങളുള്ളവർക്ക് വരാൻ പറ്റിയ വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഫാം വില്ല. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അവരൊന്ന് തൊടാനും അവരെ ഒന്ന് നന്നായി കാണിച്ചു കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും ഒക്കെ പറ്റിയ വലിയ തിക്കും തിരക്കൊന്നും കൂടാത്ത മനോഹരമായൊരു സ്ഥലമാണ്. നീറ്റാണ്, ക്ലീനാണ്, നമുക്ക് സൗകര്യപൂർവ്വം സമാധാനപൂർവ്വം കണ്ട് പോകാൻ പറ്റിയൊരു ഇടം തന്നെയാണ് ഫാം വില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മനോഹരമായ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ കാഴ്ചകളുമായി ഞാൻ വീണ്ടും വരും വരേക്കും. ബൈ.